ഒരു കരുത്തൻ്റെ ഏറ്റവും വലിയ ആയുധം ക്ഷമയാണെന്നും അതേസമയം ഒരു ദുർബലനെ ഇല്ലാതെ പോയത് ക്ഷമയാണെന്നും നമ്മുടെ മഹാത്മാവായ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങളിൽ പറഞ്ഞതായിട്ട് നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈ ഒരു കോട്ടിനെ അടിസ്ഥാനമാക്കി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു കഥ, ഒരു അനുഭവ കഥയാണ്. ആ കഥയിലെ ക്ഷമ ഉള്ളവനും ക്ഷമയില്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം, അത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഞാറ് നട്ട പാടത്ത് കള പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പാടത്തിനോട് ചേർന്ന് തന്നെ ഒന്ന് രണ്ട് കുളങ്ങൾ നമ്മുടേതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളത്തിൽ ഒരുപാട് മീനുകൾ, നാടൻ മീനുകളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാട്ടുകാർ ആൾക്കാരൊക്കെ വരുന്ന ഒരു സമയമാണ് ഈ നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഞാൻ ഈ കള പറിക്കുന്ന സമയത്ത് ഏകദേശം രാവിലെ ഒരു 10-11 മണിയായിട്ട് ഞാൻ ആ പാടത്തുണ്ട് കള പറിക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ആ സമയത്ത് തന്നെ ഏകദേശം ഒരു 10 മീറ്റർ അകലെയുള്ള ആ കുളത്തിൽ മീൻ പിടിക്കാനായിട്ട് നന്നായിട്ട് അറിയുന്ന നമ്മുടെ നാട്ടിൻപുറത്ത് തന്നെയുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ ഒരുപാട് കാലമായിട്ട് നന്നായിട്ട് ചെറുപ്പം തൊട്ടേ അറിയാം. നല്ല ടേംസിലാണ് നമ്മളൊക്കെ മുന്നോട്ട് പോയിരുന്നത് ആ നിമിഷം വരെയും. അപ്പോൾ എൻ്റെ പണിത്തിരക്കിൻ്റെ ഇടയിൽ ഞാൻ അദ്ദേഹം മീൻ പിടിക്കാനായിട്ടാണ് വന്നത് എന്നുള്ള ഒരു കാര്യം എൻ്റെ മനസ്സിലൂടെ പോയില്ല പെട്ടെന്ന്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് അവിടെ എന്തോ തിരയുന്നുണ്ടായിരുന്നു. ആ സൈഡിൽ പാടത്തിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയൊരു ഭാഗത്തൊരു മേൽപ്പറമ്പുണ്ട്. അവിടെ ചെടികളുടെ ഇടയിൽ ഇങ്ങനെ ഓരോ കണിശമായിട്ട് വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം എന്തോ തിരയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ അദ്ദേഹം മീൻ പിടിക്കാനായിട്ട് ചൂണ്ടായ്മ കൊളത്താനായിട്ട് ഒരു തവളയ്ക്കോ അല്ലെങ്കിൽ ഒരു മണ്ണട്ടയ്ക്കോ വേണ്ടിയിട്ട് തിരയായിരുന്നു. പക്ഷെ അതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് പോയില്ല. അപ്പോൾ ഞാൻ തമാശ രൂപേണ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇത്ര കാര്യമായിട്ട് തിരയുന്നത്? എന്തോ സ്വർണം പോയ പോലെയാണല്ലോ, സ്വർണം എന്തെങ്കിലും പോയിട്ടുണ്ടോ ഇങ്ങനെ നന്നായിട്ട് നോക്കാനായിട്ട് എന്ന് ചോദിച്ചു. അത് കേട്ട ഉടനെ വളരെ പ്രക്ഷുബ്ധമായിട്ട് വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് തന്നെ നോക്കുകയും, അതിന് ഞാൻ തിരയുകയാണെങ്കിൽ നിനക്ക് എന്താ വേണ്ടത്, നീ എന്താണ് ചെയ്യുക, നീ ഇങ്ങോട്ട് കയറി വാടാ എന്നുള്ള രീതിയിൽ വെല്ലുവിളിയായി. ഒരു നിമിഷം കൊണ്ട് അത്രയും സമയം സുഹൃത്ത് ബന്ധത്തിൽ പോയിരുന്ന ആ ബന്ധത്തെ ആ ഒരു മിനിറ്റിലെ പ്രഷർ അല്ലെങ്കിൽ ആ ഒരു ദേഷ്യത്തെ തകർക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. എൻ്റെ മനസ്സിൽ ഞാൻ അപ്പം തന്നെ പെട്ടെന്ന് എൻ്റെ ചിന്തകൾ പോയി. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ച്, ഞാനൊരു തമാശയാണ് പറഞ്ഞതെങ്കിൽ കൂടിയും അദ്ദേഹം അത് വേറൊരു സെൻസിലെടുത്തു. ഒന്നുമില്ലെങ്കിൽ അദ്ദേഹത്തെ അത് കളിയാക്കിയതായിട്ട് അദ്ദേഹത്തിന് തോന്നിയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും മുൻവൈരാഗ്യം എന്നോടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ നിറഞ്ഞ ഒരു സന്ദർഭത്തിലോ അല്ലെങ്കിൽ മീൻ കിട്ടാത്തൊരു സാഹചര്യത്തിലോ എന്തെങ്കിലും ആയിരിക്കാമെന്ന് എനിക്ക് തോന്നി. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു നടപടിക്രമം അനുസരിച്ച് ഒന്നുകിൽ കയറി ചെല്ലുക, രണ്ടെണ്ണം അങ്ങോട്ട് കൊടുക്കുക, ചിലപ്പോൾ ഒന്നും തള്ളായി അല്ലെങ്കിൽ ഇങ്ങോട്ട് കിട്ടുക, കേസായി, കൂട്ടായി, ഒരുപാട് പ്രശ്നങ്ങളായി, ഹോസ്പിറ്റൽ കേസായി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പുറകിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകുമായിരുന്നു. അപ്പോൾ ആ നിമിഷത്തിൽ എനിക്ക് തോന്നി, ഇത് എന്തോ ഒരു പന്തികേടാണ്, കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു വിഷയമായി മാറും. ഞാൻ എൻ്റേതായ രീതിയിൽ എൻ്റെ വർക്കിൽ ഞാനത് മുന്നോട്ട് അദ്ദേഹത്തിന് മറുപടി കൊടുക്കാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഞാൻ പിന്നീട് കയറി ചെന്ന് എൻ്റെ മനസ്സിൽ അത് ചെറിയൊരു വിഷമം ഉണ്ടാക്കി എന്നുള്ളതാണ് വാസ്തവം. കാരണം ഒരിക്കലും അങ്ങനത്തെ ഒരു അപ്രോച്ചോട് കൂടിയിട്ടല്ല ആളെന്നവരെ കണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പെരുമാറി എന്നുള്ള കാര്യം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അപ്പോൾ അവിടെ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്വമായൊരു തീരുമാനം ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോയി എന്നുള്ളതാണ്. നേരെ തിരിച്ച് ആയിരുന്നെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമ്മൾ തരണം ചെയ്യേണ്ടി വന്നേനെ. അപ്പോൾ ആ ഒരു മിനിറ്റ് കൊണ്ട് നമ്മൾ കൈകാര്യം ചെയ്ത രീതി നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഗുണം ചെയ്തു എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ ഒന്നുകൂടി ഊന്നിപ്പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരുപാട് ഇതേപോലത്തെ പ്രതിസന്ധികൾ, പെട്ടെന്നുള്ള ഇതേപോലുള്ള റിയാക്ഷൻസും ഒരുപാട് പ്രശ്നങ്ങളും ദേഷ്യങ്ങളോടെയൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത്, നമ്മുടെ ഗാന്ധിജി നമ്മളെ ഓർമ്മിപ്പിച്ച പോലെ ക്ഷമ എന്നുള്ള കാര്യത്തിൻ്റെ പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ അനുഭവ കഥയിലൂടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്. ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അഹിംസയുടെ മറ്റൊരു പര്യായമായ ക്ഷമയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുവെങ്കിലും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ പ്രതികരിക്കണം എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ചില സാഹചര്യങ്ങളിൽ നമ്മൾ പ്രതികരിച്ചേ പറ്റൂ. പക്ഷേ ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ ടെൻഡൻസിയും അദ്ദേഹത്തിൻ്റെ പ്രായവും മനോഭാവവും അല്ലെങ്കിൽ ആ ഒരു സാഹചര്യവും നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ചില വിട്ടുവീഴ്ചകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഇതുപോലുള്ള ക്ഷമയും ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ അത് ഗുണം തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തിൽ ഇതേപോലെ ഒരുപാട് പ്രഷറും ദേഷ്യവും പ്രശ്നക്കാരൊക്കെ ഉണ്ടെങ്കിൽ, പെട്ടെന്ന് പ്രതികരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ അയച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ ക്ഷമയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ള ഒരു കാര്യം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.